ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് പരിചിതമായിരിക്കും ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻ ഗുണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഗുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ചിക്കൻ ഗുണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമ്മളിവിടെ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ കപ്പിന് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഫുൾ ചിക്കനല്ല, ഹാഫ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ചിക്കൻ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഇത് നന്നായി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നന്നായി ചിക്കൻ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ സൈഡും കൂടി മുകൾ ഭാഗം കൂടി ഒന്ന് വേവാൻ വേണ്ടി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം കൂടി ഒന്ന് വേവാക്കി കിട്ടാൻ വേണ്ടി ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് ചീസ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ചീസ് തയ്യാറാക്കാനായി ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളപ്പിക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഭാഗവും ഏകദേശം ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി അരിഞ്ഞതാണ്. അപ്പോൾ ആ ഉരുളൻകിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ചിക്കൻ വേവിച്ച വെള്ളത്തിലേക്ക് ഉരുളൻകിഴങ്ങും വേവിക്കാനിടുന്നത് ചിക്കൻ്റെ ആ ടേസ്റ്റും കൂടി ഉരുളൻകിഴങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായി ഒന്ന് ഇത് വേവിച്ചെടുക്കാം. തിളപ്പിക്കാൻ വെച്ച പാലിവിടെ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് വിനെഗറാണ്. അപ്പോൾ ഈ പാല് പിരിഞ്ഞ് വരുന്നത് വരെ കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. നന്നായി തിളച്ചതിന് ശേഷമാണ് വിനെഗർ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പാല് പിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വിനെഗർ ഒഴിച്ചപ്പോൾ പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പയിലേക്ക് മാറ്റി ഈ ചീസൊന്ന് വേർതിരിച്ചെടുക്കാം. പാലിലെ ചൂടൊന്ന് പോയതിന് ശേഷമാണ് ഇത് വേർതിരിച്ചെടുക്കുന്നത്. ഇനി ഇത് അരിപ്പയിലേക്ക് മാറ്റി നന്നായിട്ട് ഈ വെള്ളം നമുക്ക് കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇത് നന്നായി പ്രസ് ചെയ്ത് ഇതിലെ വെള്ളമെല്ലാം നന്നായി കളയണം. അപ്പോൾ ഞാനിതവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചീസ്. ഇനി നമുക്ക് ചിക്കനും ഉരുളൻകിഴങ്ങും വേവായെന്ന് നോക്കാം. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും വേവായിട്ടുണ്ട്. ചിക്കനും ഉരുളൻകിഴങ്ങും ഇനി ഇതിൽ നിന്ന് മാറ്റി എടുക്കാം. അപ്പോൾ ചിക്കനാണ് ആദ്യം എടുക്കുന്നത്. ഇനി ഈ ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഈ ഉരുളൻകിഴങ്ങൊന്ന് കോരിയെടുത്ത് ഇതുപോലെ മാറ്റാം. അപ്പോൾ ചിക്കനും ഉരുളൻകിഴങ്ങൊക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനിൽ നിന്ന് നമുക്ക് ചെറിയ പീസുകളാക്കി ഇറച്ചി മാറ്റിയെടുക്കാം. ഇതുപോലെ ചെറിയ ചിക്കൻ പീസുകളാക്കി നമുക്ക് ഇറച്ചി മാത്രമാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇറച്ചി മാത്രമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പീസുകളും ഉരുളൻകിഴങ്ങും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു ബൗളെടുത്ത് ഇത് രണ്ടും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഒരു ലെമൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ബ്രെഡ് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു 4 ടീസ്പൂൺ ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉരുളൻകിഴങ്ങെല്ലാം നന്നായി ഉടയുന്ന രീതിക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കനും ഉരുളൻകിഴങ്ങും എല്ലാം ചേർത്ത് ഈ മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ തയ്യാറാക്കിയ ചീസാണ്. ചീസ് തയ്യാറാക്കുന്ന പ്രോസസ്സ് ഇത്ര മാത്രമല്ല, ഇനിയും വെള്ളത്തിലിട്ട്
കുതിർത്തെടുത്തിട്ടൊക്കെയാണ് ചീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര പാലൊന്ന് പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ചീസും കൂടി ചേർത്ത് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് മുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വേണ്ടത്. അതിലേക്ക് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിനുള്ള ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്കിത് എങ്ങനെ ചിക്കൻ ഗുണ്ടയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പത്തിലാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു സ്റ്റിക്കാണ് വേണ്ടത്. അപ്പോൾ ചെറിയൊരു ചൂരലിൻ്റെ ഒരു സ്റ്റിക്ക് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു ഗുണ്ട് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഗുണ്ടയുടെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിലിട്ട് ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗുണ്ട ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലാം 3 എണ്ണമാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എല്ലാം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. ഈ ചിക്കൻ കൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ളതായിട്ട് തന്നെ ഒരു പകുതിയോളം മുങ്ങുന്ന രീതിയിലാണ് എണ്ണ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാ ചിക്കൻ ഗുണ്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതുപോലെ മുകൾ ഭാഗവും ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അല്ലാതെ ഇത് മുഴുവനായും മുങ്ങുന്നില്ല. അപ്പോൾ കുറച്ചുകൂടെ ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡൊന്ന് മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ മറിച്ചിടുമ്പോൾ സൂക്ഷിക്കുക, പൊട്ടാതെ നോക്കണം. അപ്പോൾ പതുക്കെയാണ് ഇത് ഒന്ന് സൈഡ് ചെരിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇത് അപ്പോൾ ചിക്കൻ കൊണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് ബിങ്കോ ആണ്. ബിങ്കോ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്നുകൂടെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ ഗുണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.